നമസ്കാരം. ഞാൻ പറയാൻ ആഗ്രഹിക്കുക വിപരീത രാജയോഗം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. വിപരീത രാജയോഗം ഇത് ഈ ജ്യോതിഷത്തിൽ 3-4 വിങ്ങുകളുണ്ട്. പരാശര ഹോര, പരാശര മഹർഷിയുടെ സിദ്ധാന്തങ്ങൾ, വരാഹ ഹോര, വരാഹ മിഹിരാചാര്യൻ്റെ സിദ്ധാന്തങ്ങൾ, പിന്നെ ഒരുപാടുണ്ട്. KP അസ്ട്രോളജി, ജെമിനി അസ്ട്രോളജി, ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഈ ഒരുപാട് വിഭാഗങ്ങളിൽ നിന്നും ഒരു വിഭാഗത്തെ മാത്രം, ഒരു പോർഷനെ മാത്രം ആശ്രയിക്കാതെ നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ ദൈനംദിനം അനുഭവപ്പെടുന്ന കാര്യങ്ങൾ ആര് പറയുന്നോ അത് സ്വീകരിക്കുകയും അല്ലാത്ത കാര്യം ഏത് വേന്ദ്രം പറഞ്ഞായിരുന്നാലും നമ്മൾ തള്ളിക്കളയുകയും ചെയ്യണം. ഇപ്പോൾ എന്തെങ്കിലും പ്രയോജനം നമുക്ക് പഠിതാക്കൾക്ക് ഉണ്ടാകും എന്ന് കരുതിയാണ് ഈ വിപരീത രാജയോഗം ഞാൻ പറയുക. ഈ വിപരീത രാജയോഗം എന്ന് പറഞ്ഞാൽ ലഗ്നാൽ 6, 8, 12, ലഗ്നാൽ 6, 8, 12 ഈ ഭാവങ്ങളെ എന്താ പറയുക? ദുസ്ഥാനങ്ങളെന്നാ പറയുക. 6 മുറിവ്, ചതവ്, തസ്കരത്വം ഇത്യാദി കാര്യങ്ങൾ പറയുമ്പോൾ 8-ാം ഭാവം മരണം, കണ്ണുനീര്, വ്യയം, ഇത്തരം കാര്യങ്ങൾ. 12-ാം ഭാവവും അങ്ങനെ തന്നെ മോശം കാര്യങ്ങളാണ്. വ്യയം, അലച്ചിൽ, ഇതൊക്കെ പറയുക. അപ്പോൾ ഈ മൂന്ന് ദുസ്ഥാനങ്ങളും 3 ദുസ്ഥാനങ്ങളുടെ അധിപന്മാരെ പറ്റി ഓരോ ലഗ്നത്തിനും ആ ദുസ്ഥാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും, അധിപന്മാരും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കത് നോക്കാം. മേടലഗ്നത്തിൻ്റെ 6 എന്ന് പറഞ്ഞാൽ കന്നിരാശിയാണ്. ഈ രാശിയുടെ അധിപൻ ബുധനാണ്. മേടം രാശി, എല്ലാ രാശി ലഗ്നത്തിനെയും ഇങ്ങനെ തന്നെ ചിന്തിക്കുക. ഇപ്പോൾ ഇടവലഗ്നം വന്നെങ്കിൽ 6 തുലാമാവുമായിരുന്നു, അങ്ങനെ ചിന്തിക്കുക. ഈ ലഗ്നക്കാരൻ്റെ 8 വൃശ്ചികം രാശിയാണ്. 8 അധിപതി കുജൻ. ലഗ്നാധിപൻ തന്നെ 8-ാം ഭാവപതി എന്ന പ്രത്യേകത ഇവിടെയുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി 12-ാം ഭാവപതി എന്ന് പറഞ്ഞാൽ മീനം രാശിയുടെ അധിപനാണ് ഗുരു. അപ്പോൾ ബുധനും കുജനും ഗുരുവും 3 ദുസ്ഥാനങ്ങളുടെ അധിപനാണ്. 3 ദുസ്ഥാനങ്ങളുടെ അധിപന്മാരെന്ന് പറഞ്ഞ് തള്ളിക്കളയണ്ട. ഈ ബുധൻ 3-ാം ഭാവപതി കൂടെയാണ്, കുജൻ ലഗ്നാധിപനാണ്, ഗുരു 9-ാം ഭാവപതിയുമാണ്. അത് മറ്റൊരു വേർഷനിൽ നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ ഈ 6-ൽ 8-ാം ഭാവപതിയോ 12-ാം ഭാവപതിയോ ബുധനോ ആരെങ്കിലും ഒന്ന് നിന്നാൽ, അതായത് ഈ 6-ൽ ബുധനോ കുജനോ ഗുരുവോ നിന്നാൽ അവിടെ ഒരു യോഗം സംഭവിക്കുകയായി. അതിന് ഹർഷായോഗം എന്നാ പറയുക. ഹർഷായോഗം. ഈ മേടലഗ്നക്കാരൻ്റെ 8-ാം ഭാവത്തിൽ 8-ാം ഭാവാധിപൻ തന്നെയാണ് കുജനോ ബുധനോ ഗുരുവോ ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ 2 പേരോ 3 പേരോ അങ്ങനെ നിന്നാൽ ഒരു യോഗം പറയുന്നുണ്ട്. അത് സരള യോഗം എന്നാണ്. ഈ മേടലഗ്നക്കാരൻ്റെ 12-ാം ഭാവപതിയായ ഗുരുവോ 8-ാം ഭാവപതിയായ കുജനോ 6-ാം ഭാവപതിയായ ബുധനോ നിന്ന് കഴിഞ്ഞാൽ, ഒറ്റക്കോ കൂട്ടമായോ എങ്ങനെ നിന്ന് കഴിഞ്ഞാലും അവിടെ ഒരു യോഗം സംഭവിക്കുകയായി. അതിനെ വിമല യോഗം എന്ന് പറയും. അപ്പോൾ
പരസ്പരം രാശി മാറി നിൽക്കും. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു കണക്ഷനാണ്. ഇങ്ങനെ വരുമ്പോൾ ഈ 3 യോഗങ്ങളുടെയും ഒരു സംഗതി മൊത്തത്തിൽ പറയുക വിപരീത രാജയോഗം. വിപരീത രാജയോഗം ഓർമ്മിച്ച് വച്ചിരിക്കുക. ഇങ്ങനെ ഒരു യോഗം ജാതകത്തിലുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഒരു മധ്യവയസ്സൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 35 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഈ യോഗം പ്രാവർത്തികമായി വരാം. എങ്ങനെ വരും? ചാരവശാൽ ഗ്രഹങ്ങൾ ഇങ്ങനെ ഈ കോമ്പിനേഷനിൽ വരുമ്പോൾ അവർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതങ്ങളായ നേട്ടങ്ങൾ ഉണ്ടാകും എന്നാ പറയുക. അതിന് ഉദാഹരണമായിട്ട് നമുക്കൊരു ജാതകം നോക്കാം. 2 ജാതകം നോക്കാം. ഒന്ന് നമ്മുടെ ഗുജറാത്ത് എന്ന സംസ്ഥാനം സംഭാവന ചെയ്ത ഒട്ടനവധി പ്രതിഭകളുണ്ട്, ഗാന്ധിജി അടക്കം. അതിൽ ഒരാളായിരുന്ന മൊറാർജി ദേശായിയുടെയും ഇന്ത്യക്ക് മഹത്തായ മറ്റ് സംഭാവനകൾ കൊടുത്ത നരസിംഹറാവുവിൻ്റെയും ഗ്രഹനിലകൾ വെറുതെ ഒന്ന് നോക്കാം. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും അത് കൃത്യമായിട്ട് എനിക്കറിയില്ല. എനിക്ക് ആ ഗ്രഹനില മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഗ്രഹനിലയും 7 ഗ്രഹങ്ങളെയും 12 രാശികളെയും നോക്കി അവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കി ഈ നിയമം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. മൊറാർജി ദേശായിയുടെ 99 വയസ്സ് വരെ ജീവിക്കുകയും വളരെ ചെറുപ്പത്തിൽ ബിരുദ പഠനത്തിന് ശേഷം IAS പഠനത്തിന് പോവുകയും കളക്ടറാവുകയും പിന്നെ നിരവധിയായ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ മന്ത്രി, ഉപമുഖ്യമന്ത്രി, ഉപപ്രധാനമന്ത്രി, പ്രധാനമന്ത്രി എന്നീ ഉന്നതങ്ങളായ നിലകളിൽ സേവനമനുഷ്ഠിച്ച് ഒരു കുടുംബജീവിതം നയിക്കുകയും 5 മക്കളാറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുടുംബജീവിതം നയിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിക്കുന്നത് 81-ാമത്തെ വയസ്സിൽ, അദ്ദേഹം മരിക്കുക 99-ാമത്തെ വയസ്സിൽ. അങ്ങനെ തൻ്റെ ജീവിതം മുഴുക്കെയും മറ്റുള്ളവർക്ക് വേണ്ടി സാർത്ഥകമാക്കിയ ആ മനുഷ്യൻ്റെ ഗ്രഹനിലയിൽ ലഗ്നം വന്നിരിക്കുന്നത് മിഥുനത്തിൽ 2-ൽ ഗുരു, 3-ൽ ചന്ദ്രൻ, തുലാത്തിൽ ശനി, മകരത്തിൽ ബുധൻ, ശുക്രൻ, കുജൻ, കുംഭത്തിൽ രവി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കും? 2 കേന്ദ്ര സ്ഥാനങ്ങളുടെ അധിപൻ, 7-ഉം 10-ഉം സ്ഥാനങ്ങളുടെ അധിപൻ ഗുരു 2-ൽ വിദ്യാധനഭാവമായ 2-ൽ ഉച്ചനായി നിന്നുകൊണ്ട് 10-ൽ ദൃഷ്ടി. 10-ാം ഭാവപതി 2-മായി ഉച്ചനായി നിന്നുകൊണ്ട് അപ്പോൾ വിദ്യാഭ്യാസം കിട്ടും, അതുമായി ബന്ധപ്പെട്ട തൊഴിൽ കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ശനി ഉച്ച, 2 പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ഉച്ചത്തിൽ, അതും 5-ാം ഭാവത്തിൽ. ഈ ശനിയും ശുക്രനും തമ്മിൽ പരസ്പരം പരിവർത്തനം. ഇതൊരു ബന്ധമാണ്, ഇതൊരു ഗ്രഹബന്ധമാണ്. ഈ പരിവർത്തനം എന്ന് പറയുന്നത് ശനിയുടെ 4-ലും ശുക്രൻ്റെ 10-ലും പരസ്പര കേന്ദ്ര ബന്ധമുള്ളതും പരിവർത്തനമില്ലെങ്കിലും നല്ലതാണ്. ഈ 2 ഗ്രഹങ്ങളും മിത്രഗ്രഹങ്ങളുമാണ്. ശനിക്ക് ഈ രാശി ഏറ്റവും പന്തിയായ രാശി ഉച്ചരാശി. ശുക്രന് ശനിയുടെ രാശിയും കുഴപ്പമില്ല, അവർ തമ്മിൽ പരിവർത്തനം ചെയ്തിരിക്കുന്നു. അപ്പോൾ ചിലർ പറയും എന്ന് മാത്രവുമല്ല ബുധൻ 8-ലാണ്, അപ്പോൾ കുഴഞ്ഞു എന്ന് പറയും. ഇവിടെ നിൽക്കുന്ന 3 ഗ്രഹങ്ങൾക്കും ഗുരുവിൻ്റെ ദൃഷ്ടി. 9 രവിക്ക് ഏറ്റവും ആ രാശി പന്തിയല്ലെങ്കിലും രവിക്ക് ആ രാശി പന്തിയാണ്. ഇനിയാണ്
നമ്മൾ വിപരീത രാജയോഗത്തിലേക്ക് കടന്നു വരിക ഈ ജാതകത്തിൽ ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് നേരത്തെ പറഞ്ഞ നിയമം അനുസരിച്ച് ആറാം ഭാവപതി കുജൻ 8മായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് കുജൻ്റെ ഉച്ചരാശിയാണ്. ലഗ്നാധിപനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗുരുവിൻ്റെ ദൃഷ്ടി. ഇവിടെ വിപരീത രാജയോഗം ഉണ്ട്. ഈ വിപരീത രാജയോഗവുമായി ഗുരു കണക്റ്റഡാണ്. 10ാം ഭാവപതിയായ ഗുരു കണക്റ്റഡാണ്. എങ്ങനെയാണ് കണക്റ്റഡ്? ഗുരുവിന് നിൽക്കുന്ന രാശിയിൽ നിന്ന് 5ലേക്കുള്ള ദൃഷ്ടി ലഗ്നാൽ 6ആണ്. ഈ 6ലേക്കും ദൃഷ്ടി, ഈ ലഗ്നാൽ 8ലേക്കും ഗുരുവിന് ദൃഷ്ടി, 6ാം ഭാവാധിപനിലേക്കും ദൃഷ്ടി, ലഗ്നാധിപനിലേക്കും ദൃഷ്ടി. ശക്തമായ വിപരീത രാജയോഗമുണ്ട്. അതാത് കാലങ്ങളിൽ അദ്ദേഹത്തിന് ഈ കോമ്പിനേഷനൊക്കെ വന്നപ്പോൾ വർക്കൗട്ടായിരിക്കാം. അപ്പോൾ നമുക്ക് നരസിംഹറാവുവിൻ്റെ ജാതകം കൂടെ ഒന്ന് നോക്കാം. വരും തലമുറകൾക്ക് ജീവിക്കാൻ നിരവധിയായ സാമ്പത്തിക രംഗത്തും മറ്റ് മേഖലകളിലും നിരവധി സംഭാവനകൾ ചെയ്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ധന്യമായ ജീവിതം. അദ്ദേഹവും 8 മക്കളുണ്ട്. ഒരു കുടുംബജീവിതം സ്വസ്ഥമായിട്ട് നയിച്ച ആളാണ് ദീർഘകാലം. അദ്ദേഹത്തിൻ്റെയും ഗ്രഹനില നമുക്ക് നോക്കാം. കന്നി ലഗ്നമാണ്. നോക്കൂ, ഞാനിന്ന് പരിചയപ്പെടുത്തിയ 2 പേരുടെ വ്യക്തികളുടെയും ലഗ്നാധിപൻ ബുധൻ, പക്ഷിഗ്രഹമായ ബുധനാണ്. ഇദ്ദേഹത്തിൻ്റെ ലഗ്നാധിപൻ 10ൽ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുക. ആ നിൽക്കുന്ന രവിക്കും കുജനും 12ാം ഭാവപതിയാണെങ്കിലും രവിക്കും കുജനും ഒരു പ്രത്യേകതയുണ്ട്. 10ൽ ദിഗ്ബലമുണ്ട്. 10ൽ ദിഗ്ബലമുള്ള ഗ്രഹങ്ങളാണ്. പവർഫുള്ളായ ഗ്രഹങ്ങളാണ്. അധികാരത്തിൻ്റെ ഒരു കൽപ്പിക്കപ്പെടുന്നതിൻ്റെ അവർക്ക് മുകളിൽ വേറെ ആരും ഉണ്ടാകില്ല എന്നാണ്. അവർ താഴ്ന്ന പണി ചെയ്യുകയുമില്ല. ഇവരൊക്കെ 10മായി ബന്ധപ്പെട്ട് യോഗം ചെയ്ത് നിൽക്കുമ്പോൾ അങ്ങനെ നിൽക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന മൊറാർജി ദേശായിയുടെ ഗ്രഹനിലയിൽ ഗുരു 2ൽ ഉച്ചനാണെങ്കിൽ ഇവിടെ ഗുരു 12ലായിപ്പോയി. ചിലരെങ്കിലും തങ്ങളുടെ ജാതകം എടുത്തു വച്ചിട്ട് അയ്യോ എൻ്റെ ഗുരു 12ലായിപ്പോയി, രക്ഷയില്ല എന്ന് പരിതപിക്കുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അതും പറയും ശനി ബന്ധം വന്ന് 12ലായിപ്പോയി എന്ന്. ഒരു കാര്യം മാത്രം നോക്കരുത്. എട്ടിൽ ശുക്രൻ, ഭാര്യാകാരകനായ ശുക്രൻ 8ലായാൽ എന്താ കുഴപ്പം? 8ലേക്ക് ശുക്രനിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. ശുക്രനും ഗുരുവും ബ്രാഹ്മണ ഗ്രഹങ്ങളാണ്. വിവേകത്തിൻ്റെ, തിരിച്ചറിവിൻ്റെയൊക്കെ ബ്രാഹ്മണ ഗ്രഹങ്ങളാണ്. ഇപ്പോൾ 7ൽ ചന്ദ്രൻ, ബ്രാഹ്മണ രാശിയിൽ ചന്ദ്രൻ. ഇനിയാണ് ഇതിൽ വിപരീത രാജയോഗം വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കേണ്ടത്. 6ാം ഭാവപതി ഡെസ്ട്രിമെൻ്റ് ആണ്. നിൽക്കുന്ന രാശിയിൽ നിന്ന് 7 ഡെസ്ട്രിമെൻ്റ് എന്ന് പറയും, ബലക്കുറവുണ്ടെന്ന് പറയും. 6ാം ഭാവാധിപൻ ശനി 12ൽ പോയി. അപ്പോൾ ഈ നിയമം അനുസരിച്ച് വിപരീത രാജയോഗം ഉണ്ട്. നോക്കൂ, 6ാം ഭാവാധിപൻ 12ൽ പോവുകയും 6ലേക്ക് ദൃഷ്ടി ഉണ്ടായി പോട്ടെ. അപ്പോൾ വിപരീത രാജയോഗം ഉണ്ട് എന്ന് മാത്രവുമല്ല, ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ 12ൽ നിന്നുകൊണ്ട് ഗുരു 6ലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ പരിവർത്തന യോഗം ഇല്ല. അദ്ദേഹത്തിൻ്റെ 10 ബലവാനാണ്. അപ്പോൾ ഈ കോമ്പിനേഷനൊക്കെ വരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം
കൂടുതൽ കൂടുതൽ ഇത് പരിവർത്തന യോഗം ഉണ്ട് എന്ന് പറഞ്ഞ്, പരിവർത്തന രാജയോഗം ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാ കാലത്തിലും ഇത് ജീവിതത്തിൽ അനുഭവേദ്യമാകണമെന്ന് നിർബന്ധമില്ല, ഒരിക്കലുമില്ല. ഇതെങ്ങനെ ചിലർക്കത് ജീവിതത്തിൽ അനുഭവപ്പെടുകയുമില്ല. എന്താ അതിന് കാരണം? ഈ ജാതകത്തിൽ ഈ കോമ്പിനേഷൻ ലഗ്നാൽ സാരവശാൽ കറങ്ങി 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 ജീവിതയാത്രയിൽ എപ്പോഴെങ്കിലും ഈ കോമ്പിനേഷൻ വരുമ്പോൾ ആ വ്യക്തിക്ക് അങ്ങനെ സംഭവിക്കാം. അപ്പോൾ ഇതാണ് വിപരീത രാജയോഗം. ഇനി ഗ്രഹങ്ങൾ തമ്മിൽ ലഗ്നാലല്ല, ഗ്രഹങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. അത് നമ്മൾ പറയും യോഗം ചെയ്ത് നിൽക്കുന്നു, ദൃഷ്ടി ചെയ്യുന്നു എന്നൊക്കെ ഈ ഒന്നോ രണ്ടോ കാര്യങ്ങളെ നമുക്കറിയാവൂ. അല്ലാത്ത ചില ബന്ധങ്ങൾ ഉണ്ട്. ഓരോ ഗ്രഹവും ഒന്നോ രണ്ടോ ഭാവാധിപത്യം വഹിക്കുന്നവരാണ്. ഇവർ പരസ്പരം ത്രികോണങ്ങളിലോ അല്ലെങ്കിൽ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ പരിവർത്തനം എന്ന് പറഞ്ഞ സംഗതികളിലോ ഒക്കെ നിൽക്കുമ്പോൾ അത് സംഭവിക്കും. അത് നല്ലതാണ്. അതിനെപ്പറ്റി നമുക്ക് അടുത്ത് ചർച്ച ചെയ്യാം. കാണാൻ ശ്രമിക്കുക. നന്ദി.